ഹായ്, സൗമ്യയാണേ. ഇന്നത്തെ നമ്മുടെ യാത്ര കനകക്കുന്നിലേക്കാണ് കേട്ടോ. കനകക്കുന്ന് സഹകരണ സംഘത്തിൻ്റെ എക്സ്പോ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ന്യൂ ജനറേഷൻ സെൻസേഷൻ പാട്ടുകാരനായ വേടൻ അവിടെ വരുന്നുണ്ട് പ്രോഗ്രാമിലേക്കായിട്ട്. അങ്ങനെ ശിവാനിയുടെ നിർബന്ധത്തിൽ വഴങ്ങി ഞാനും അനുചേട്ടനും മോളുമായിട്ട് വേടനെ കാണാനായിട്ട് കനകക്കുന്ന് എത്തി കേട്ടോ. എത്തുന്ന സമയം 5:30 മണിയായപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലൈമറ്റായിരുന്നേ. അതായത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിതിൻ്റെ വേടൻ എന്താണെന്നുള്ളത് നമുക്ക് ഈ ന്യൂ ജനറേഷൻ അറിയാവുന്ന പോലത്തെ വലിയ കാര്യത്തിൽ നമുക്ക് അറിയത്തൊന്നുമില്ല. ആകെ അറിയാമെന്നുള്ളത് കടലമ്മ കരഞ്ഞല്ലേ പറ്റത് എന്നുള്ളൊരു പാട്ട് മാത്രം ശിവാനി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ വേടൻ ഇങ്ങനെ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോവാണേ. പോകുന്ന വഴിക്ക് നമ്മളിതെല്ലാം കണ്ടുകൊണ്ട് പോവുകയാണ്. എന്ത് തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നിശാഗന്ധിയിൽ നമ്മൾ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ പോകാറുണ്ട്. ആ ഒരു പ്രതീതിയിലാണ് നമ്മൾ പോകുന്നത്. നമുക്കിതൊന്നും അറിയില്ല, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ല. ആരാണ് വേടൻ, എന്താണ് ഈ സെൻസേഷൻ എന്നുള്ളതെല്ലാം ഇത്തരം കുട്ടികൾക്ക്, ഇത്തരം പ്രായത്തിലുള്ള കുട്ടികളാണ് ഒട്ടുമിക്ക പേരും അതിനകത്ത് നമ്മൾ കണ്ടത് കേട്ടോ. പിന്നെ നമ്മളെപ്പോലെയുള്ള കുറച്ച് പേരുണ്ടായിരുന്നെങ്കിലും ശിവാനിയുടെ ഏജ് ഗ്രൂപ്പായിരുന്നു ശരിക്കും ആ ഒരു അരങ്ങ് മൊത്തം ഉണ്ടായിരുന്നത്. നമ്മൾ പോയ സമയത്ത് ഇതായിരുന്നു സിറ്റുവേഷൻ. അതായത് ഇതുപോലത്തെ ഒരു അപ്പോഴേ ചെയറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചെയറില്ലാതെ കുറച്ച് നേരമൊക്കെ നമ്മളങ്ങനെ നിന്നു. പിന്നെ ശിവാനിയുടെ കുറച്ച് കൂട്ടുകാരെ കിട്ടി. തറയിലിരുന്നാണ് ഉത്സവ പറമ്പിലൊക്കെ ഇരുന്ന് കാണുന്നത് പോലെയായിരുന്നു നമുക്ക് സീറ്റ് കിട്ടിയത്. അതും 5:30-6 മണിയൊക്കെ ആയപ്പോൾ. അത് കഴിഞ്ഞ് ഒരു കണ്ണടച്ച് തുറക്കുന്ന മുന്നേ തന്നെ ഇതുപോലെയായി, തിരക്ക് ഇതുപോലെയായി കേട്ടോ. തിരക്ക് വർദ്ധിച്ച് അവസാനം നമ്മൾ വിചാരിച്ചു പ്രോഗ്രാം തുടങ്ങുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. കാരണം ചെയറും ഇല്ല, ഒന്ന് അനങ്ങാനുള്ള സംവിധാനം പോലും അവിടെ ഇല്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. മരത്തിൻ്റെ മണ്ടയിലും ഓടിൻ്റെ മുഖത്തും വൻ തിരക്ക് തന്നെ അനുഭവപ്പെട്ടു. ഒരു 3 പാട്ടായപ്പോൾ തന്നെ പോലീസിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടായി, പാട്ട് സ്റ്റോപ്പ് ചെയ്യണം, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം ഉണ്ടായേക്കാം. അങ്ങനെ എല്ലാ പേരും പതിയെ പിരിയാൻ തുടങ്ങി. പിരിയുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടോ. നമ്മുടെ ആ നിശാഗന്ധി ഓഡിറ്റോറിയം ഫുള്ളും ഇങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളുകൾക്കുള്ളിൽ ഇത്രയും തിരക്കുള്ളൊരു പ്രോഗ്രാം, നമ്മുടെ എത്രയോ മഹാന്മാർ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഈ ഒരു ചെറുപ്പക്കാരൻ, ഇത്ര ഏജിനുള്ളിൽ ഇത്രയും ആരാധകർ സൃഷ്ടിച്ച ഒരു ചെറുപ്പക്കാരൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അയാളുടെ പാട്ടുകളുടെ ആ വരികളുടെ അർത്ഥമാണ് ശരിക്കും ഓരോന്നും എന്താ പറയില്ല, കുത്തി പറയുന്ന പോലത്തെ ഓരോ പാട്ടിലും വരികളും. അതാണ് പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നതാ കേൾക്കുന്നു, വേടനെ അറസ്റ്റ് ചെയ്തു, കഞ്ചാവുമായിട്ട് ഫ്ലാറ്റിൽ നിന്ന് പിടിക്കപ്പെട്ടു. അതുപോലെ തന്നെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ കിടക്കുന്ന ആ ഒരു ലോക്കറ്റ്, പുലിപ്പല്ല്, അത് അനധികൃതമായിട്ട് എടുത്തതാണെന്നൊക്കെ പറയുന്നു. ഇനി എന്താണ് സത്യാവസ്ഥ എന്താണെന്ന് വരും വാർത്തകൾ നമുക്കറിയാം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.